ഫോമിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ റേഷ്യോ ആയിരുന്നു സ്റ്റാർട്ട് ചെയ്തത്. റേഷ്യോയുടെ ഡെഫിനിഷനും കുറച്ച് പ്രോപ്പർട്ടീസും പിന്നെ നമ്മൾ ടൈപ്പ് 1 നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആരെങ്കിലും ടൈപ്പ് 1 അല്ലെങ്കിൽ അതിൻ്റെ പാർട്ട് 1 കണ്ടിട്ടില്ല എങ്കിൽ അവർക്കായിട്ട് ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തേക്കാം. എല്ലാവരും പോയി കണ്ടതിന് ശേഷം മാത്രം പാർട്ട് 2 കാണുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ ടൈപ്പ് 2 ആണ് ഡീൽ ചെയ്യാൻ പോകുന്നത്. ടൈപ്പ് 2 എന്ന് പറയുന്നത് എല്ലാ കോമ്പറ്റീവ് എക്സാമിനും നമുക്ക് ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് കാണാൻ പറ്റും. അപ്പം ഞാനൊന്ന് കാണിച്ചു തരാം. എന്താ നോക്കി, ഈ മോഡൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾ കണ്ടിട്ടില്ലേ? അതായത് A:B B:C തന്നാൽ ഇതിൻ്റെ മൂല്യ റേഷ്യോ, അതായത് A:B:C കണ്ടുപിടിക്കാനൊക്കെയും ചോദ്യം അല്ലേ. ഇതെങ്ങനെ നമുക്ക് മാത്സ് അറിയാത്തവർക്ക് പോലും നമുക്ക് പെട്ടെന്ന് എങ്ങനെ ചെയ്യാമെന്നുള്ള ട്രിക്കിലൂടെ നമുക്ക് കണ്ടുപിടിച്ചാലോ. നമുക്കെന്നാ ട്രിക്ക് കണ്ടാലോ. അപ്പോൾ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഇഫ് A:B = 2:3, B:C = 1:4. അപ്പം രണ്ട് റേഷ്യോ തന്നിട്ടുണ്ട് എങ്കിൽ നമ്മൾ ഈ മൂന്ന് നമ്പേഴ്സിൻ്റെ, അപ്പം എയുടെയും ബിയുടെയും സിയുടെയും റേഷ്യോ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് A:B:C എന്ത് ചെയ്യുക, ഒന്ന് എഴുതി വയ്ക്കുക. A:B:C ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതിനുശേഷം നമുക്ക് അറിയാവുന്ന റേഷ്യോ ഏതൊക്കെയാണോ അതൊക്കെ എഴുതുക. ആദ്യം എന്താ അറിയാവുന്നുള്ളത്? ആദ്യം നമുക്ക് 2:3 അറിയാം അല്ലേ. A:B എന്താ? 2:3. പിന്നെ എന്തറിയാം? B:C. അപ്പോൾ B:C എഴുതേണ്ടത് ഇങ്ങനെയാണ്. നേരെ എന്താണ്, താഴെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, 3ക്ക് താഴെയാണ് 1:4 ആയിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, റേഷ്യോ എഴുതേണ്ടത്. ആദ്യം നമ്മൾ A:B എഴുതി, ദെൻ B:C ആയിട്ട് ബിക്ക് നേരെ താഴെ ആ രീതിയിൽ നമ്മൾ എഴുതണം. ദെൻ നമുക്ക് വേണ്ടത് A:B:C. അപ്പോൾ നമ്മൾ കുറച്ചൊരു അറേഞ്ച്മെൻറ്റ് നടത്തണം. എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഇവിടെ എന്താ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലേ, സി നമുക്ക് അറിയത്തില്ല റേഷ്യോ. സോ അതിന് വേണ്ടിയിട്ട് ഇതിന് മുന്നേ കിടക്കുന്ന നമ്പർ ഏതാ? 3 ആണല്ലേ. ആ 3 നമ്മൾ എന്ത് ചെയ്യും, ഈ സിക്ക് നേരെ എഴുതും. ദെൻ നമ്മൾ താഴെ ഇവിടെ ഒരു സ്പേസ് ഒഴിഞ്ഞ് കിടപ്പുണ്ടല്ലോ, കാരണം റിലേഷൻ A:C നമുക്ക് A:C നമുക്ക് അറിയത്തില്ല, തന്നിട്ടില്ല. സോ എന്താ, ഇവിടെ നമുക്കൊരു സ്പേസ് ഒഴിഞ്ഞ് കിടപ്പുണ്ട്. അപ്പോൾ ഇവിടെ 1 അല്ലേ എൻ്റെ അടുത്തുള്ള നമ്പർ, അത് നമ്മളിവിടെ എഴുതണം. ക്ലിയർ ആണോ? അപ്പോൾ നോക്കിക്കേ, നമ്മൾ എന്താ ചെയ്തത്, A:B താഴെ നമ്മൾ എന്ത് എഴുതുന്നു, 2:3 എഴുതുന്നു. ദെൻ B:C താഴെ നമ്മൾ എന്ത് എഴുതുന്നു, 1:4 എഴുതുന്നു. ദെൻ നമ്മൾ 3 റിപ്പീറ്റ് ചെയ്യുന്നു സിയുടെ പൊസിഷനിൽ, 1 റിപ്പീറ്റ് ചെയ്യുന്നു എയുടെ പൊസിഷനിൽ. അപ്പോൾ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് നോക്കിയേ, നമ്മൾ ഈ എയുടെ താഴെയുള്ള രണ്ട് നമ്പറിൻ്റെയും പ്രോഡക്റ്റ് എടുക്കുന്നു. 2 × 1 = 2. ദെൻ ബീൻ്റെ നേരെയുള്ളതിന് പ്രോഡക്റ്റ് എടുക്കുന്നു. 3 × 1 = 3. ദെൻ സിക്ക് നേരെയുള്ള നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റ് എടുക്കുന്നു. 3 × 4 എത്രയാണ്? 12. അപ്പോൾ നമുക്ക് കിട്ടിയ റേഷ്യോ എന്തായിരിക്കും? A:B:C, ദാറ്റ് ഈസ് 2:3:12. നമ്മളെപ്പോഴും റേഷ്യോ, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു, ബേസ് ഫോമിലായിരിക്കണം. ഇവിടെ എന്തെങ്കിലും നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? കാരണം ഒന്നിനും കോമൺ ഫാക്ടർ ഇല്ല. 3യും 12ഉം ഉണ്ട്, ബട്ട് എന്താണ് 3യും 12നും ഉള്ളതുപോലെ ഇവിടെ 2-നില്ല. 2 ഇവിടെ 3 ഉള്ളതുകൊണ്ട് കോമൺ ഫാക്ടർ ഇല്ല. സോ എന്താണ്, നമുക്ക് ഇതാണ് ഇതിൻ്റെ ബേസ് ഫോം എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? നമുക്കിവിടെ കിട്ടിയ ആൻസർ എന്തായിരുന്നു? 2:3:12. നമുക്കപ്പം നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇഫ് X:Y = 4:5, Y:Z = 5:3, ദെൻ നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത് X:Y:Z. സിമിലർ വേ നമുക്ക് എന്ത് ചെയ്യാം. എങ്ങനെ ചെയ്യുന്നത്? ആദ്യം X:Y:Z നമ്മൾ എന്ത് ചെയ്യുന്നു, അതേപോലെ എഴുതുന്നു. X:Y:Z നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ എഴുതണം. X:Y എന്താ, ഇവിടെ 4:5 ആണ്. ദെൻ Y:Z എന്താണ്, ഇവിടെ 5:3 ആണ്. നമ്മൾ Yക്ക് നേരെയാണ് Y:Z എഴുതേണ്ടത്. ഇത് എഴുതുന്ന ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ദെൻ എന്താ, നമുക്ക് ഇസഡിൻ്റെ പൊസിഷനിൽ ഒന്നുമില്ല. സോ റിപ്പീറ്റ് ചെയ്യണം. എന്താ കൊണ്ട് റിപ്പീറ്റ് ചെയ്യേണ്ടത്? എൻ്റെ അടുത്തുള്ള നമ്പർ ഏതാണ്? 5 ആണ്. സോ ഞാൻ 5 കൊണ്ട് റിപ്പീറ്റ് ചെയ്തു. ദെൻ ഇവിടെയും സ്പേസ് ഉണ്ട്, അവിടെ നമ്മൾ എങ്ങനെ ഫില്ല് ചെയ്യേണ്ടത്? അടുത്ത നമ്പർ 5 ആണ് ഇവിടെ ഉള്ളത്. സോ ആ 5 കൊണ്ട് റിപ്പീറ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇസഡിൻ്റെ പൊസിഷനിൽ 5 എന്നും എക്സിൻ്റെ പൊസിഷനിലും 5 എന്ന് പറഞ്ഞ് കിട്ടും. ദെൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? പ്രോഡക്റ്റ് എടുക്കും അല്ലേ. പ്രോഡക്റ്റ്, എക്സിൻ്റെ പ്രോഡക്റ്റ് എന്താ? എക്സിൻ്റെ നേരെയുള്ള പ്ലസ്സോ അല്ലെങ്കിൽ സബ്സ്ട്രാക്ഷൻ ഒന്നും ചെയ്ത് വെക്കരുത്. പ്രോഡക്റ്റാണ് ഇവിടെ നമ്മൾ ചെയ്യേണ്ടത്. 4 × 5 എന്താണ്? ഇവിടെ 20 ആണ്. 5 × 5 എന്താണ്? 25 ആണ്. 5 × 3 എന്താണ്? 15 ആണ്. കോമൺ ഫാക്ടർ ഉണ്ടോ? ബേസ് ഫോമിലല്ല അല്ലേ, കാരണം കോമൺ ഫാക്ടർ ഉണ്ട്. 5 ആണ് ഇവിടുത്തെ കോമൺ ഫാക്ടർ. സോ 20 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 4 എന്ന് കിട്ടും. 4:25നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 5 എന്ന് കിട്ടും. 15 ചെയ്താൽ 3 എന്ന് കിട്ടും. അപ്പോൾ ഇനി എന്തെങ്കിലും ചെറുതാക്കാൻ പറ്റുമോ ഇതിനെ? ഇല്ല അല്ലേ. സോ 4:5:3 ആണ് ഇവിടുത്തെ ബേസ് ഫോം എന്ന് പറയുന്നത്. സോ നമുക്ക് നോക്കാം. 4:5:3 ആണ് ഇവിടുത്തെ ആൻസർ.
ക്ലിയർ ആണോ? നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഈ ക്വസ്റ്റ്യനിൽ എത്ര നമ്പർ ഉണ്ട്? 4 നമ്പേഴ്സ് ഉണ്ട് അല്ലേ? അത് എ ബി സി ഡി അതിൻ്റെ റേഷ്യോ കണ്ടുപിടിക്കണം. എന്തൊക്കെ തന്നിട്ടുണ്ട്? A:B=4:5 എന്നും B:C=2:1 C:D=2:5. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ABCDയുടെ റേഷ്യോ. A:B:C:D നമ്മൾ ആദ്യം എഴുതും. ദെൻ കറസ്പോണ്ടിങ് ആയിട്ട് A:Bയും അറിയാവുന്നുള്ള B:C C:D നമ്മൾ എഴുതണം. എഴുതുന്ന രീതി മനസ്സിലായല്ലോ. നമ്മൾ A:B:C ചെയ്യുന്നത് ഇതുവരെ നിങ്ങൾക്കറിയാം അല്ലേ? അതേപോലെ തന്നെയാണ് C:D എന്നൊരു റേഷ്യോയും കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ Cക്ക് നേരെ താഴെയായിട്ട് ഇങ്ങനെ എഴുതണം. ഇനി എത്ര റേഷ്യോ ഉണ്ടെങ്കിലും അടുത്ത് D:E ഉണ്ടെങ്കിൽ അതിന് താഴെ ഇവിടെ ഇങ്ങനെ എഴുതി ഇങ്ങനെ പോകും. ക്ലിയർ ആണോ? അപ്പം D:E എന്ന് പറയുന്ന ഒരു 1:5 ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 1:5 എന്നും പറഞ്ഞ് എഴുതും. ഇനി അടുത്ത് വേറെ റേഷ്യോ ഉണ്ടെങ്കിൽ ഇതിന് താഴെ എഴുതി നമ്മളങ്ങ് പോകുന്നത്. എത്ര റേഷ്യോ ഉണ്ടെങ്കിലും നമുക്ക് ഈ രീതിയിൽ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ദെൻ എന്താ ഇനി ചെയ്യേണ്ടത്? ഇവിടെ നോക്കിക്കേ. ഇവിടെ സിയും ഡിയുടെയും പൊസിഷൻ വേക്കൻ്റ് ആണ് അല്ലേ? അതുപോലെ ഇവിടെ എ വേക്കൻ്റ് ആണ്, ഇവിടെ ഡി വേക്കൻ്റ് ആണ്, ഇവിടെ എയും ബിയും വേക്കൻ്റ് ആണ്. എങ്ങനെ കണ്ടുപിടിക്കും അത്? ഇവിടെ നോക്കി. ഇവിടെ സിക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി തൊട്ടടുത്തുള്ള നമ്പർ 5 ആണല്ലേ? ആ 5 ആണ് നമ്മളിവിടെ എന്തുണ്ട് റിപ്പീറ്റ് ചെയ്യേണ്ടത്. സിക്ക് നേരെ ഇതേ 5 തന്നെയാണ് നമ്മൾ ഡിക്കും റിപ്പീറ്റ് ചെയ്യുന്നു. സെയിം അതുപോലെ എക്ക് അടുത്തുള്ള നമ്പർ ഏതാണ്? 2 ആണല്ലേ? സോ 2 ഇവിടെ റിപ്പീറ്റായി. ദെൻ ഡിക്ക് നേരെ ഇവിടെ ആരാളുള്ളത്? 1 ആണ്. 1 എഴുതി. ദെൻ അടുത്ത് എന്താ വരുന്നത്? ബിക്ക് നേരെ അല്ലേ? ബിക്ക് നേരെയുള്ള നമ്പർ 2 ആണ്. ആ 2 തന്നെ നമ്മളിവിടെ എക്കും റിപ്പീറ്റ് ചെയ്യും. ക്ലിയർ ആണോ? ഒന്നുകൂടെ നമ്മൾ സിക്കും ഡിക്കും റിപ്പീറ്റ് ചെയ്ത് എങ്ങനെയാണ്? സിക്ക് അടുത്തുള്ള നമ്പർ 5 ആയതുകൊണ്ട് സോ നമ്മൾ 5 റിപ്പീറ്റ് ചെയ്തു. അത് തന്നെ ഡിക്കും റിപ്പീറ്റ് ചെയ്ത് എഴുതിയാൽ മതി. ദെൻ എക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി എക്ക് തൊട്ടടുത്തുള്ള നമ്പർ ഏതാണ്? 2 ആണ്. 2 റിപ്പീറ്റ് ചെയ്തു. ദെൻ ഡി കണ്ടുപിടിക്കാൻ വേണ്ടി അതിൻ്റെ അടുത്തുള്ള നമ്പർ 1 ആണ്. 1 റിപ്പീറ്റ് ചെയ്തു. ദെൻ നമുക്ക് എയും ബിയും വേണം. സോ ബിക്ക് നേരെയുള്ള നമ്പർ 2 ആണ്. 2 റിപ്പീറ്റ് ചെയ്തു. അത് തന്നെ എക്കും റിപ്പീറ്റ് ചെയ്ത് എഴുതി. ക്ലിയർ ആണോ? ഇനി എന്ത് ചെയ്തു? ഇനി പ്രോഡക്റ്റ് എടുക്കുക. എക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റ് എടുത്ത് എഴുതുക. ബിക്ക് കറസ്പോണ്ടിങ് നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റ് എടുത്ത് അങ്ങനെ സിയും ഡിയും ചെയ്യുക. അപ്പോൾ ആൻസർ എന്താ വരിക? 16:20:10:25. നമുക്കിതിനെ എന്ത് ചെയ്യാൻ പറ്റും? ചെറുതാക്കാൻ പറ്റുമോ? കോമൺ ഫാക്ടർ ഉണ്ടോ? ഇല്ല. കാരണം ഇവിടെ എന്താ 2 കൊണ്ട് ചെയ്യാമെങ്കിൽ പോലും ഇവിടെ 25 ഇരിക്കുന്നു. 2 കൊണ്ട് പോകത്തില്ല. സോ ആൻസർ ഈസ് 16:20:10:25. So next question is, if P is to Q equal to 2:1, Q is to R equal to 3:8, then find P is to Q is to R. നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ആൻസർ ചെയ്തിട്ട് കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്തിടുക. സോ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സോ താങ്ക് യു ഫോർ വാച്ചിങ്.